ധന്യമയി ജീവിതത്തിൽ കഥയാണ് പറയുന്നത്. പക്ഷെ കഥയൊന്നല്ല. കഥ പോലെ പറയുന്നു എന്ന് മാത്രമാണ്. ചില കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഒരു മുട്ടുസൂചി വേറൊരാൾക്ക് കൊടുത്തയക്കണമെങ്കിൽ ബസ് സ്റ്റാൻഡിൽ ഗോപാലകൃഷ്ണൻ നിൽക്കുന്നുണ്ട്, ഈ മുട്ടുസൂചി ഒന്ന് കൊടുക്കുവോ, അല്ലെങ്കിൽ സൂചി പോലെ സാധനം കൊണ്ട് നമ്മൾ വേറൊരാളെ ഏൽപ്പിച്ചാൽ അത് ശരിയാണോ? ഒരു കഷ്ണം കടലാസ് എടുത്ത് നാലാക്കി മടക്കി മുട്ടുസൂചി അതിൽ കുത്തിവെച്ച് കൊടുത്താലോ? ഈ വ്യക്തി അത് പോക്കറ്റിലിടും, കൊടുക്കും. വിഷയങ്ങളും കഥകളും ഇങ്ങനെയാണ്. ഒരു വ്യക്തിക്ക് വീട്ടില് തന്റെ ഇഷ്ടദേവതയുടെ ഒരു ചെറിയ ശില്പം വെക്കണം എന്നൊരാഗ്രഹം. പലരും അങ്ങനെ ചെയ്യാറുണ്ട്. വ്യക്തി ജീവിതത്തിൽ ഈ വ്യക്തി ഒരു അഹങ്കാരിയാണ്, നമുക്കത് നോക്കേണ്ട കാര്യമില്ല. ശില്പങ്ങൾ ഉണ്ടാക്കുന്ന അവിടെ എത്തി, എനിക്കൊരു ശില്പം വേണം. അപ്പൊ കൊടുത്തു. നോക്കുമ്പോ ഇയാൾക്ക് വലിയ ഇഷ്ടമായി. ഇയാള് വലിയൊരു ഫ്രൂട്ട് കേസ് കൊടുക്കുന്നുണ്ട്. ഇതായാലും കൊണ്ടുപോയി വെച്ച് നോക്കുമ്പോ കാലിന് കുറച്ച് നീളം കൂടുതൽ. ഇയാൾ ചെന്നിട്ട് പറഞ്ഞു, ശില്പം അതിൽ വെക്കാൻ നിവൃത്തിയില്ല, ഈ പെട്ടിയും കൊണ്ട് വേണം നീ യാത്ര ചെയ്യാൻ. ചിലപ്പോ ട്രെയിനിലും വിമാനത്തിലൊക്കെ പോണ്ടായിരിക്കും. ഇവിടെ പണിക്കാരുണ്ടല്ലോ, കാലൊന്ന് നീളം കുറച്ചാൽ ശരിയാവൂ. ആയിക്കോട്ടെ, അതിനൊരു ബുദ്ധിമുട്ടുമില്ല, വലിയ പ്രശ്നമില്ല. കാലിന്റെ നീളം ഒന്ന് കുറച്ചു. കൊണ്ടുവന്ന് വെച്ചപ്പോ പല തടസ്സങ്ങളുണ്ട്. രണ്ടാമത്തെ തടസ്സം എന്താ വെച്ചാൽ, ഈ ശില്പത്തിന്റെ കൈ ഇങ്ങനെ വെച്ചാൽ ശരിയാവില്ല, ആ കൈയൊന്ന് ഒതുക്കി വെക്കണം. ഇയാള് പറഞ്ഞു, എന്റെ സൂട്ട് കേസിൽ കൊള്ളണമല്ലോ, അതാ പ്രശ്നം കേട്ടോ. അതില് ഇനിയും സൂട്ട് കേസ് പൂട്ടി സിബ് ഇടുന്ന കുറെ പണിയുണ്ട്. ഈ കൈ ഇങ്ങനെ എന്നുള്ളത് ഇങ്ങനെ ഒന്ന് ആക്കി മാറ്റി തരുമോ? കൊടുത്തു വെച്ചു. സൂട്ട് കേസ് അടയുന്നില്ല. അപ്പൊ എവിടേക്കാ പ്രശ്നം നോക്കി. പല ഭാഗത്തും അത് ഉണ്ടാക്കുന്ന ശില്പികൾ അവിടെ തന്നെ ഉണ്ട്. ആ ശില്പികള് അത് പല രീതിയിൽ മിനുസപ്പെടുത്തിയും ചില ഭാഗം ചെത്തിയിട്ട് രണ്ടാമതൊക്കെ ആക്കിയിട്ട് അവസാനം അത് കൊണ്ടുവന്ന് വെച്ചു. ഇയാൾ അതിന്റെ വിലയും കൊടുത്തു, വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ഇപ്പോ യഥാർത്ഥത്തിൽ ഇതുപോലെ വൈരൂപ്യമുള്ള ഒരു ശില്പമില്ല. അയാളുടെ സൂട്ട് കേസിനനുസരിച്ചാണ് ഇപ്പോ ശില്പം ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലേ? കൈ മുറിച്ചു, കയ്യിന്റെ ഒരു ഭാഗം മുറിച്ചു, കാലിന്റെ ഒരു ഭാഗം മുറിച്ചു. ഉപാസനാമൂർത്തിയെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്റെ പെട്ടിയിൽ ഒതുങ്ങുന്ന രീതിയിലാക്കി മാറ്റി വീട്ടിൽ പ്രതിഷ്ഠിച്ച പോലെയല്ലേ നാം ഓരോരുത്തരും നമ്മുടെ ഉപാസനാമൂർത്തിയെ കാണുന്നു. ഇനി നമുക്ക് ഈ പെട്ടിയിൽ കൊടുന്നു വെച്ചിട്ടുള്ള ശില്പത്തിന്റെ കാര്യം മാറ്റാം. ശങ്കരാചാര്യര് മുതൽക്ക് പറഞ്ഞു കേട്ടോ. ശങ്കരാചാര്യരുടെ കൃതികള് ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതിന് ശങ്കരാചാര്യർ പറഞ്ഞ ചില കാര്യങ്ങൾ പറയുമ്പോൾ കണ്ണു നിറയും, സംസാരിക്കുമ്പോൾ തൊണ്ട ഇടറും. പരാശക്തിയെ നോക്കി പറഞ്ഞു, അമ്മേ, വാക്കിലൊതുങ്ങാത്ത അമ്മയെ ഞാൻ വാക്കിൽ ഒതുക്കാൻ പോവാണ്, ക്ഷമിക്കണം. ഞാൻ മൂകാംബികയുടെ ഭക്തനാണ്. അവിടെ ചെല്ലുമ്പോഴും ഇപ്പൊ വിടുന്നിട്ട് മൂകാംബിയെ പറ്റി ചിന്തിക്കുമ്പോഴൊക്കെ
ശങ്കരാചാര്യർ പറഞ്ഞ വരിയാണ്. വാക്കിൽ ഒതുങ്ങോ? ഒരു നാമത്തിൽ ഒതുങ്ങോ? ആരെയും ഒതുക്കാൻ ശ്രമിക്കണം? കൊല്ലൂര് എന്നുള്ള സ്ഥലത്തൊരു മൂകാംബിക. എത്ര വലിയ പരിഹാസമാണിത്! പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പരാശക്തിയെ എന്റെ സൗകര്യത്തിനനുസരിച്ച് പെട്ടിയിൽ ഒതുക്കുകയാണ്. ശബ്ദത്തിൽ ഒതുക്കാത്ത അമ്മയെ ഞാൻ ശബ്ദത്തിൽ ഒതുക്കി. വാക്കുകൾ കൊണ്ട് വിസ്തരിക്കാൻ പറ്റില്ല. വാക്കുകൾ കൊണ്ട് നമുക്ക് നിസ്സാര കാര്യങ്ങളിലേ വിസ്തരിക്കാൻ പറ്റുള്ളൂ. വാക്കുകൾ കൊണ്ട് പലതും പറയാൻ കഴിയും. പക്ഷെ ശങ്കരാചാര്യർ പറഞ്ഞ പോലെ ഞാൻ എന്താ ഇപ്പൊ നിവൃത്തിയില്ല, വാക്കുകളെ കൊണ്ട് പറയല്ല, എന്താ ചെയ്യാ അമ്മേ? ഇവിടെ എവിടെയെങ്കിലും അമ്മയെ ഒതുക്കാൻ പറ്റുമോ? പരാശക്തിയുടെ വ്യാപ്തി എത്രയാണ്? നമ്മൾ ഒതുക്കുകയാണ്. മഹാവിഷ്ണുവിന് അസൂയ ഉണ്ടാവണമെങ്കിൽ തന്നിൽ നിന്ന് വേറിട്ടൊന്നൊരു കാര്യം ഉണ്ടാകണ്ടേ? വിഷ്ണു എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണ്? സകലയിടത്തും വ്യാപിച്ചത്. അനങ്ങാൻ നിവൃത്തിയില്ല. വിഷ്ണു ഗെറ്റ് ഔട്ട് അടിക്കാൻ പറ്റുമോ? ഗെറ്റ് ഔട്ട് അടിക്കണമെങ്കിൽ പോണ സ്ഥലം നമ്മുടേതല്ലാത്ത സ്ഥലമായിരിക്കണ്ടേ? വിഷ്ണു അല്ലാതെ വല്ലതും ഉണ്ടോ? പറയുന്ന ആള് വിഷ്ണു അല്ലേ? പരാശക്തി അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ നമുക്കിപ്പോ എന്ത് വേണമെച്ചാൽ ഈ പെട്ടിയിൽ ഒതുക്കണം. ഇങ്ങനെ ഒന്നും പറഞ്ഞാൽ ശരിയാവില്ല. പെട്ടിയിൽ ഒതുക്കി അവനവന്റെ കാര്യം സാധിക്കുന്ന ഒരു ശക്തി വിശേഷാക്കി മാറ്റി. പെരപ്പണി പകുതിയായിട്ട് നിൽക്കുകയാണ്. കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് എടുത്തുള്ള ലോണിന്റെ കാശ് കഴിഞ്ഞു. ഇത് മുന്നോട്ട് പോയില്ലെങ്കിൽ അബദ്ധമാണ്. മഴക്കാലം വന്നാൽ അവിടെ ആകെ കുളാവും. ഉപാസനാമൂർത്തിയോട് അതൊന്ന് ശരിയാക്കി തരണം. ഇയാളുടെ പെരപ്പണി നോക്കി നിൽക്കല്ലേ ഉപാസനാമൂർത്തി എന്നുള്ള ചിന്ത വേണ്ട. മകൾക്ക് വന്ന കല്യാണാലോചന ഒന്നും ശരിയാവുന്നില്ല. ഏതെങ്കിലും ഒരു ആലോചന ശരിയാക്കി തരണം. മുട്ടുവേദന ഭയങ്കരമാണ്. ഈ മുട്ടുവേദന നിർത്തി തന്നാൽ മതി. സമുദ്രത്തിന്റെ അഗാധതയിൽ ഏറ്റവും സൂക്ഷ്മമായ ജീവിയുടെ കാര്യം ശ്രദ്ധിക്കുന്ന പരാശക്തിയോടായി പറഞ്ഞത്. തിളച്ചു പോകുന്ന വെള്ളം ഇപ്പുറത്ത് 0 ഡിഗ്രിയിൽ താഴെയുള്ള തണുപ്പ്. വെള്ളത്തിന്റെ ഒരു ഭാഗത്ത് തിളച്ച വെള്ളം, ഇപ്പുറത്ത് 0 ഡിഗ്രിയിൽ താഴെ തണുപ്പ്. ഒരു ജീവിക്ക് ആ തണുപ്പുള്ള അവിടെ തലയും ചൂടുള്ള അവിടെ ഉടലും വെച്ചാലേ ജീവിക്കാൻ പറ്റൂ. ആ ജീവി എങ്ങനെ? അതിനും ഹാർട്ടും കിഡ്നിയും ഒക്കെ ഉണ്ടാവില്ലേ? അതിന്റെ ഹൃദയമിടിപ്പ് ആരാണ് ശ്രദ്ധിക്കുന്നത്? അതിന്റെ വരെ. അങ്ങനെ എത്ര ജീവികൾ. ഈ ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ വാരിയെറിഞ്ഞ പോലെ എന്ന് പറഞ്ഞ പരാശക്തിയെ നാം ഓരോരുത്തരും നമ്മുടെ സൗകര്യത്തിനായിട്ട് ചുരുക്കി. നമ്മുടെ ഇടുങ്ങിയ മനസ്സിനനുസരിച്ച് ഈ ചുരുക്കിയ പരാശക്തിയെ നാം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മുഴുവൻ പ്രാർത്ഥന ആരുടെയും. അപ്പൊ അതിൽ നിന്ന് മോചനം നേടാൻ ശങ്കരാചാര്യർ ആദ്യമേ പറഞ്ഞ പോലെ പരാശക്തിയോട് പറയണം, ഇത്രയും വലിയ ആള് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ നിൽക്കുകയാണോ എന്ന് അറിഞ്ഞൂടാ. ഇത് പറയുന്ന വ്യക്തി
വ്യക്തിക്കും അറിയില്ല. വേറെ ആരോടാ പറയാ? പരാശക്തിയോടല്ലാതെ, ഇഷ്ടദേവതയോടാ അല്ലാതെ ആരോടാ പറയുക? അറിഞ്ഞൂടാ. പുതിയ ആശുപത്രി സ്ഥാപിക്കുന്നു, കോടാനകോടി മുടക്കാണ്. പ്രാർത്ഥിക്കില്ലേ? നഷ്ടം വരരുത്, അവിടേക്ക് വരുന്ന പേഷ്യന്റിനെ കിട്ടണ്ടേ? നാട്ടിൽ ധാരാളം വഴക്കുണ്ടാകുമ്പോഴല്ലേ ചിലവർക്ക് അവരുടെ പ്രൊഫഷണൽ ഉയർച്ച ഉണ്ടാവുക? വർക്ക്ഷോപ്പിന് പുരോഗതി കിട്ടണമെങ്കിൽ കുറെ വണ്ടികൾ കേടുവരണ്ട്. അനവധി പേർക്ക് രോഗം വരുമ്പോഴല്ലേ മരുന്ന് ധാരാളം ചെലവാകുക. അപ്പൊ മരുന്ന് വിൽപ്പനക്കാരനും അവിടെ പറയും തന്റെ ഉപാസനാമൂർത്തിയോട് ഇപ്പൊ ഒരു നല്ല സീസൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് ധാരാളം കച്ചവടം കിട്ടുന്ന കാലമാണ് സീസൺ. ഇതും ഈ ഇഷ്ടവിഗ്രഹത്തിനെ വികലാംഗനാക്കി മാറ്റി സൂട്ട് കേസിൽ വെച്ചതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത് എല്ലാവരും ഒന്ന് ചിന്തിക്കും. ആ ഇഷ്ടദൈവത്തിനെ നമ്മുടെ സൂട്ട് കേസിൽ ഒതുക്കാൻ വേണ്ടി പലതും ചെയ്യുന്നു. എൻ്റെ സൂട്ട് കേസ് ഈ കഥയും നോവലൊക്കെ എഴുതുന്ന ഒരു നിസ്സാര മനുഷ്യൻ അത് നോക്കാനായിട്ട് പരാശക്തിയോട് അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് ഉണ്ടാക്കി തരണം എന്ന് പറയുമ്പോൾ ആ ദാരിദ്ര്യം കൂടി ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.